കൃഷ്ണ ഗുരുവായൂരപ്പ. ഭാഗവത കഥകളിൽ നമുക്കിന്ന് ച്യവന മഹർഷിയുടെയും സുകന്യയുടെയും കഥ കേൾക്കാം. മനുവിൻ്റെ സന്താനങ്ങളിൽ ഇക്ഷ്വാകുവിനെ പോലെ തന്നെ പ്രശസ്തനായിരുന്നു ശൈര്യാദി. ശൈര്യാദി മഹാരാജാവിൻ്റെ പുത്രിയായിരുന്നു സുകന്യ. വിദ്യാസമ്പന്നയായിരുന്ന സുകന്യ സുന്ദരിയും സുശീലയുമായിരുന്നു. രാജാവിനാകട്ടെ സുകന്യയെ ഏറെ ഇഷ്ടവുമായിരുന്നു. അതുപോലെ തന്നെ സുകന്യയ്ക്ക് അച്ഛനെയും. സുകന്യയുടെ ഏതിഷ്ടവും എപ്പോഴും അച്ഛൻ സാധിച്ചു കൊടുക്കുമായിരുന്നു. ഒരു നാൾ സുകന്യ അച്ഛനോട് പറഞ്ഞു, അച്ഛ, എനിക്ക് കാട് കാണാൻ ആഗ്രഹം തോന്നുന്നു. കാട്ടിൽ ജീവിക്കുന്ന താപസന്മാരെയും അവരുടെ ആശ്രമവാളികളുമൊക്കെ കാണാൻ എനിക്ക് കൗതുകം തോന്നുന്നു. അച്ഛ, നമുക്ക് കാടെല്ലാം ഒന്ന് കണ്ടുവരാമോ? മകളുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കുന്ന സ്വഭാവമേയല്ല ശൈര്യാദി രാജാവിനുള്ളത്. അദ്ദേഹം ഉടൻ തന്നെ സുകന്യയുടെ ആഗ്രഹപ്രകാരം വനത്തിലേക്ക് യാത്രയായി. സുകന്യയും രാജാവും കൂടാതെ കുറേ പരിചാരകരും യാത്രാസംഘത്തിലുണ്ടായിരുന്നു. സുകന്യ ആവട്ടെ ആദ്യമായിട്ടാണ് വനം കാണുന്നത്. വൻവൃക്ഷങ്ങളും ഇരുൾ ഒളിച്ചിരിക്കുന്ന വള്ളിപ്പടർപ്പുകളും കൊച്ചരുവിയുടെ കളകള ആരവവും പക്ഷികളുടെ കിളിക്കൊഞ്ചലുമൊക്കെ കണ്ടും കേട്ടും സുകന്യ സന്തോഷവതിയായി. അവൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു ആ കാട്ടിലൂടെയുള്ള യാത്ര. ഒടുവിൽ യാത്രാസംഘം വളരെ മനോഹരമായ ഒരു ആശ്രമസ്ഥലത്തെത്തി. വളരെ വിശാലമായ ഒരു താമരക്കുളം. കുളത്തിൽ നിറയെ പൂത്തുവിടുന്ന താമരകൾ, ജലത്തിൽ പച്ചവിരിച്ച താമര ഇലകൾ, മുകളിലോട്ട് കൂമ്പി ഉയർന്നു നിൽക്കുന്ന താമരമൊട്ടുകൾ, കുളക്കരയിലും പരിസരത്തുമാകെ പൂത്തലഞ്ഞ് വൃക്ഷലതാദികൾ, വൃക്ഷങ്ങളിൽ പഴുത്തു നിറഞ്ഞ കായ്കനികൾ, അന്തരീക്ഷത്തിൽ പൂക്കളുടെ സുഗന്ധം. കണ്ണിന് കൗതുകം നൽകുന്ന അതിമനോഹരമായ ഒരു ആശ്രമ പ്രദേശം. സുകന്യയ്ക്ക് അവിടം വളരെ ഇഷ്ടമായി. അവൾ അച്ഛനോട് പറഞ്ഞു, അച്ഛ, നാം വളരെ ദൂരം യാത്ര ചെയ്തതല്ലേ, ഇനി അല്പം വിശ്രമിക്കാം. എന്തു മനോഹരമാണ് ഈ പ്രദേശം. നമുക്ക് അല്പനേരം ഇവിടെ തങ്ങാം, എന്നിട്ട് മതി ഇനിയുള്ള യാത്ര. അച്ഛൻ എന്തു പറയുന്നു? സുകന്യ അച്ഛൻ്റെ സമ്മതത്തിന് വേണ്ടി കാത്തു. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം എൻ്റെ മോളുടെ ഇഷ്ടം പോലെ. മോൾക്ക് ഈ പ്രദേശം ഇഷ്ടമായെങ്കിൽ ഇവിടെ തങ്ങുന്നതിന് എനിക്കെന്താ വിരോധം? അച്ഛൻ്റെ വാക്കുകൾ കേട്ട് സുകന്യയ്ക്ക് സന്തോഷമായി. ച്യവന മഹർഷിയുടെ ആശ്രമ സ്ഥലമാണിത്. സുകന്യ ആ പ്രദേശമാകെ ചുറ്റിനടന്ന് കണ്ടു. വൃക്ഷങ്ങളിൽ നിന്ന് പഴുത്ത കായ്കനികൾ അടർത്തി ഭക്ഷിച്ചു. താമരക്കുളത്തിലിറങ്ങി കൈകാൽ നനച്ചു. വിടർന്ന താമരപ്പൂക്കൾ ഇറുത്തെടുത്തു. അവൾ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് അവിടമാകെ ഓടിക്കളിച്ച് നടന്നു. അതിനിടെ സുകന്യ ഒരു കുസൃതി കാട്ടി. കുളക്കരയിൽ നിന്ന് അല്പം അകലെയായി വൃക്ഷക്കൂട്ടങ്ങൾക്കിടയിൽ ഉയർന്നു നിന്നിരുന്ന ചിതൽപുറ്റ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ കൗതുകത്തോടെ ആ ചിതൽപുറ്റിൻ്റെ അടുത്തേക്ക് നീങ്ങി. പുറ്റിൽ 2 പ്രകാശബിന്ദുക്കൾ തെളിഞ്ഞു കണ്ടു. പുറ്റിൽ എവിടെ നിന്നാണ് ഈ പ്രകാശത്തിൻ്റെ മണിമുത്തുകൾ? അവൾക്ക് ജിജ്ഞാസയേറി. അവൾ ആ പ്രകാശബിന്ദുക്കളിൽ സൂക്ഷിച്ചു നോക്കി. വല്ലാതെ തിളക്കം. അവൾ തൊട്ടടുത്ത് കിടന്ന ഒരു കമ്പെടുത്ത് ആ പ്രകാശബിന്ദുക്കളിൽ ഓരോ കുത്തുകൊടുത്തു. കുത്തുകൊണ്ടതേയുള്ളൂ. ആ നിമിഷം തന്നെ ആ ഭാഗങ്ങളിൽ നിന്ന് ചോര തെറിച്ചൊഴുകാൻ തുടങ്ങി. സുകന്യ ആകെ ഭയന്നു. അവൾ തിരിച്ച് അച്ഛൻ്റെ അടുക്കലേക്ക് ഓടി. ആ പുറ്റിൽ തിളങ്ങിയിരുന്നത് കണ്ണുകളായിരുന്നോ? സുകന്യ ഭയന്ന് വിറച്ചു. അച്ഛൻ്റെ അടുക്കലേക്ക് ഓടിയെത്തി. അവൾ നടന്നതെല്ലാം അച്ഛനോട് വിവരിച്ചു. അതിനിടെ പല അനിഷ്ടങ്ങളും അവിടെ സംഭവിച്ചു. യാത്രാസംഘത്തിൽപ്പെട്ടവർക്ക് വല്ലാതെ വയറ്റുവേദന അനുഭവപ്പെട്ടു. മലമൂത്ര വിസർജനം നടത്താൻ സാധിക്കാത്ത അവസ്ഥയിൽ പരിചാരകർ വളരെ ക്ലേശിച്ചു. രാജാവിന് ആകെ അമ്പരപ്പായി. ഈ ആശ്രമസ്ഥലത്ത് നാം വിശ്രമിക്കുന്നതിന് ച്യവന മഹർഷിക്ക് ഇഷ്ടക്കേടുണ്ടായോ? അതുകൊണ്ടാണോ ഈ പരിചാരകർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നുപെട്ടിരിക്കുന്നത്? രാജാവ് ഇങ്ങനെ ഓരോന്നാലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴായിരുന്നു മകൾ സുകന്യ ഓടിക്കിതച്ചെത്തി താൻ ചെയ്ത അപരാധം അച്ഛനോട് പറഞ്ഞത്. മകളുടെ വാക്കുകേട്ട രാജാവ് ആ ചിതൽപുറ്റു നിറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് വളരെ ശ്രദ്ധയോടെ പുറ്റു പൊളിച്ചു നീക്കി. അത്ഭുതം! പുറ്റിനുള്ളിൽ ജരാനര ബാധിച്ച് ച്യവന മഹർഷി ധ്യാനനിരതനായിരിക്കുന്നു. മഹർഷിയുടെ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യ പരിവേഷം പരന്നൊഴുകുന്നു. മഹാരാജാവ് മഹർഷിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണു. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സമസ്ത അപരാധവും പൊറുക്കണമേ എന്ന് യാചിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ച്യവന മഹർഷിയുടെ കണ്ണുകൾ വിടർന്നു. മുന്നിൽ ശൈര്യാദി മഹാരാജാവും അതിസുന്ദരിയായ മകൾ സുകന്യയും മഹർഷിയുടെ തൃപ്പാദങ്ങളിൽ വീണു. ശൈര്യാദി നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. എന്നിട്ട് മാപ്പിന് വേണ്ടി ഇരുന്നു. ച്യവന മഹർഷി ഒന്നും മിണ്ടിയില്ല. അവരെ നോക്കി ഇരുന്നതേയുള്ളൂ. ശൈര്യാദി ആകെ ഭയന്നു. ശൈര്യാദി വീണ്ടും ച്യവന മഹർഷിയോട് പറഞ്ഞു,
എൻ്റെ മകൾ അറിവില്ലാതെ കാണിച്ച തെറ്റിന് മാപ്പ് നൽകിയാലും അങ്ങയെ ശുശ്രൂഷിക്കാനായി ഞാൻ എൻ്റെ ഈ മകളെ അങ്ങേക്ക് ദാനം നൽകാം. അവളോട് അങ്ങ് കൃപ കാട്ടണം. ദയവായി അവളെ ശപിക്കരുതേ. ശര്യാദിയുടെ വാക്കുകൾ കേട്ടിട്ട് ച്യവന മഹർഷി പറഞ്ഞു, എന്നെ ശുശ്രൂഷിക്കാനുള്ള യോഗ്യത അവൾക്കുണ്ടെങ്കിൽ അങ്ങനെ ആവാം. എനിക്കതിൽ വിരോധമില്ല. ഒടുവിൽ ച്യവന മഹർഷിയും സുകന്യയും തമ്മിൽ വിവാഹിതരായി. ശര്യാദിയും പരിചാരകരും രാജ്യത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. സുകന്യ വിദ്യാസമ്പന്നയായത് കാരണം ച്യവന മഹർഷിയുടെ ഇംഗിതമനുസരിച്ച് പെരുമാറിക്കൊള്ളുമെന്ന് അച്ഛനായ ശര്യാദി രാജാവിന് ഉറപ്പുണ്ടായിരുന്നു. സുകന്യ ആവട്ടെ ബുദ്ധിമതി മാത്രമല്ല സൽസ്വഭാവിയുമായിരുന്നു. വളരെ വിനയവതിയായിരുന്ന സുകന്യ ച്യവന മഹർഷിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് വളരെ ശ്രദ്ധയോടെ പെരുമാറിപ്പോന്നു. സുകന്യയുടെ ഈ പെരുമാറ്റത്തിൽ ച്യവന മഹർഷി വളരെ തൃപ്തനും സന്തോഷവാനുമായിരുന്നു. സുകന്യ ച്യവന മഹർഷിയുമായി വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടവേ ഒരു നാൾ അശ്വിനി കുമാരന്മാർ ആശ്രമത്തിൽ വരികയുണ്ടായി. സ്വർഗലോകത്തെ വൈദ്യന്മാരാണല്ലോ അശ്വിനി കുമാരന്മാർ. ച്യവന മഹർഷി ഇവരെ യഥാവിധി സ്വീകരിച്ചിരുത്തി. സുകന്യയും മഹർഷിക്കൊപ്പം സൽക്കാരകർമ്മങ്ങളിൽ ഏർപ്പെട്ടു. സുന്ദരിയും യുവതിയുമായ സുകന്യയെയും വയോവൃദ്ധനായ ച്യവന മഹർഷിയെയും ഒന്നിച്ചു കണ്ടപ്പോൾ അശ്വിനി കുമാരന്മാർക്കു തന്നെ എന്തോ പോലെ തോന്നി. ച്യവന മഹർഷിക്കാകട്ടെ അശ്വിനി കുമാരന്മാരുടെ മനസ്സിലെ വിചാരം മനസ്സിലാവുകയും ചെയ്തു. എങ്കിലും ച്യവന മഹർഷി അപ്പോൾ ഒന്നും പറഞ്ഞില്ല. സ്വർഗലോകത്തെ വിശേഷങ്ങളും കുശലങ്ങളുമൊക്കെ അന്വേഷിച്ച ശേഷം ച്യവന മഹർഷി അശ്വിനി കുമാരന്മാരോട് പറഞ്ഞു, അല്ലയോ അശ്വിനി ദേവന്മാരെ, നിങ്ങൾ എൻ്റെ ആശ്രമത്തിൽ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മഹർഷിമാർ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ആഗ്രഹിച്ചു പോകുന്നു. അതായത് സാഹചര്യം കൊണ്ട് ഞാൻ ഇപ്പോൾ വിവാഹിതനായി. എനിക്കാകട്ടെ യൗവനം എന്നെ നഷ്ടമായിരിക്കുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ഭാര്യയാണെങ്കിൽ യൗവനയുക്തയും. അതിനാൽ എൻ്റെ നഷ്ടപ്പെട്ട യൗവനത്തെ നിങ്ങൾ വീണ്ടെടുത്തു തരണം. നിങ്ങളാണെങ്കിൽ കായകൽപ്പ ചികിത്സയിൽ വളരെ വിദഗ്ധരാണല്ലോ. നിങ്ങൾക്കാകട്ടെ ഇപ്പോൾ ലഭിക്കാതിരുന്ന യജ്ഞഭാഗത്തിൻ്റെ അംശമായ സോമരസം ഞാൻ ലഭ്യമാക്കി തരാം. ച്യവന മഹർഷിയുടെ ഈ നിർദ്ദേശം അശ്വിനി ദേവന്മാർക്ക് സ്വീകാര്യമായി. ച്യവന മഹർഷിയെ യുവാവാക്കി മാറ്റിയാൽ സോമരസം ലഭിക്കുമത്രേ. അവർക്ക് സന്തോഷമായി. അശ്വിനി ദേവന്മാർ ച്യവന മഹർഷിയുടെ ശരീരത്തിൽ നാനാതരം ഔഷധങ്ങൾ പുരട്ടി ഏറെ നേരം ഒഴിഞ്ഞു. എന്നിട്ട് തൊട്ടടുത്ത താമരക്കുളത്തിലേക്ക് കൊണ്ടുപോയി. മഹർഷിയും അശ്വിനി കുമാരന്മാരും കുളത്തിലിറങ്ങി. അവർ മഹർഷിയുടെ തലയിൽ ഒരു തരം എണ്ണ ധാരയായി ഒഴുക്കി. എന്നിട്ട് മൂവരും കൂടെ മുങ്ങിത്താണു. അല്പനേരം കഴിഞ്ഞു. അത്ഭുതമെന്നേ പറയണ്ടൂ, അതാ 3 യുവ കോമളന്മാർ ജലത്തിനടിയിൽ നിന്ന് ഉയർന്നു വരുന്നു. മൂവരും ഒരേ ഭാവത്തിലും ഒരേ രൂപത്തിലും വേഷത്തിലും. 3 പേരും കഴുത്തിൽ താമരമാല അണിഞ്ഞിരിക്കുന്നു. ഒരേപോലുള്ള പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം മൂവരും ഒരേപോലെ സദൃശരായിരിക്കുന്നു. ഇവരിൽ ആരാണ് ച്യവന മഹർഷി? ആരാണ് അശ്വിനി ദേവന്മാർ? സുകന്യ ആകെ വിഷമത്തിലായി. എങ്ങനെയാണ് തൻ്റെ ഭർത്താവിനെ തിരിച്ചറിയുക? ഭർത്താവിനെ പേര് പറഞ്ഞ് വിളിക്കാൻ സുകന്യ തയ്യാറല്ല. അത് കുലവധുക്കൾക്ക് യോജിച്ചതുമല്ല. പിന്നെ എങ്ങനെയാണ് ഭർത്താവിനെ തിരിച്ചറിയാനാവുക? അവൾ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ആദരണീയരായ അശ്വിനി ദേവന്മാരെ, ഈ മൂവരിൽ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ അഭിവന്ദ്യനായ ഭർത്താവിനെ തിരിച്ചറിയാൻ സന്ദർഭമുണ്ടാക്കിയാലും. സുകന്യയുടെ അപേക്ഷ മാനിച്ച് അശ്വിനി ദേവന്മാർ സ്വർലോകത്തേക്ക് യാത്രയായി. അതിനു മുമ്പ് യുവദമ്പതികളെ അവർ ആശീർവദിക്കുകയും സോമരസത്തിൻ്റെ കാര്യം ച്യവന മഹർഷിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ച്യവന മഹർഷിയുടെ നഷ്ടപ്പെട്ട യൗവനം തിരിച്ചു കിട്ടിയതോടെ മഹർഷിക്ക് ഏറെ സന്തോഷമായി. സുകന്യയും അത്യധികം സന്തോഷിച്ചു. അവർ വളരെ സംതൃപ്തവും ആഹ്ലാദകരവുമായ ജീവിതം നയിച്ച് ആ ആശ്രമപ്രദേശത്ത് തന്നെ കഴിച്ചുകൂട്ടി. അങ്ങനെയിരിക്കെ ഒരു നാൾ സുകന്യയുടെ അച്ഛൻ ശര്യാദി രാജാവ് മകളെ കാണാനായി ആശ്രമത്തിലെത്തി. ആശ്രമത്തിലെത്തിയ രാജാവിന് വാർദ്ധക്യം ബാധിച്ച ച്യവന മഹർഷിയെ കാണാനായില്ല. പകരം മകൾ ഒരു യുവസുന്ദരനുമായി കഴിഞ്ഞുകൂടുന്നതാണ് കണ്ടത്. ഇത് കണ്ട ശര്യാദി രാജാവിന് അരിശം കയറി. മകൾ ച്യവന മഹർഷിയെ ഉപേക്ഷിച്ച് മറ്റൊരു യുവ കോമളനോട് കഴിയുകയാണോ? ശര്യാദിയുടെ കണ്ണുകൾ ജ്വലിച്ചു. ശര്യാദി സുകന്യയ്ക്കു നേരെ തട്ടിക്കയറി. എടി, നീ ഇത്ര പാപിയാണോ? നിന്നെ ഞാൻ... ശര്യാദി മകളെ ശപിക്കാൻ ഒരുങ്ങി. അച്ഛൻ്റെ വികാരം മനസ്സിലാക്കിയ സുകന്യ അച്ഛൻ്റെ അടുക്കലേക്ക് ഓടിയെടുത്തു. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് വിവരിച്ചു. ശര്യാദി കോമളനായ ച്യവന മഹർഷിയെ ആദരവോടെ വണങ്ങി. എന്നിട്ട് മഹർഷിയോട് പറഞ്ഞു, ബഹുമാന്യ മഹർഷിയെ, ഞാൻ അതീവ ധന്യനായിരിക്കുന്നു. എൻ്റെ സന്തോഷം അറിയിക്കാനായി സോമയാഗം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു.
അത് ഇവിടെ വെച്ച് അങ്ങയുടെ മേൽനോട്ടത്തിൽ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദയവുണ്ടായി എൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു തരണം. ശല്യാതി രാജാവിൻ്റെ അപേക്ഷ ച്യവന മഹർഷി ചെവിക്കൊണ്ടു. മാത്രവുമല്ല, അശ്വിനി ദേവർമാർക്ക് സോമരസം നൽകുകയും വേണമല്ലോ. അതും ഈ സോമയാഗത്തിലൂടെ നിറവേറ്റാം. ആ രീതിയിലും ച്യവന മഹർഷിക്ക് ശല്യാതിയുടെ നിർദ്ദേശം ഉപകാരപ്രദമായി. യാഗത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു. താപസശ്രേഷ്ഠന്മാരും രാജപ്രമുഖന്മാരുമെല്ലാം യാഗത്തിൽ പങ്കുകൊണ്ടു. ദേവഗണങ്ങളും അപ്സരകന്യകളും ഗന്ധർവഗണങ്ങളുമൊക്കെ യാഗവിഹിതം പങ്കുവറ്റാൻ എത്തിയിരുന്നു. യാഗത്തിൽ യാഗാംശമായ സോമരസത്തിൻ്റെ പങ്ക് സ്വീകരിക്കാൻ അശ്വിനി ദേവന്മാരും എത്തിയിരുന്നു. പക്ഷേ സോമരസത്തിൻ്റെ പങ്ക് അശ്വിനി ദേവന്മാർക്ക് നൽകുന്നതിനോട് ഇന്ദ്രൻ എതിർപ്പുണ്ടായിരുന്നു. ദേവരാജാവായ ഇന്ദ്രനോട് ആലോചിക്കാതെയാണ് ദേവവൈദ്യന്മാരായ അശ്വിനി ദേവന്മാർക്ക് സോമരസം നൽകാൻ ച്യവന മഹർഷി ഒരുമ്പെട്ടത്. ഇതാണ് ദേവേന്ദ്രനെ പ്രകോപിതനാക്കിയത്. എന്നോട് ആലോചിക്കാതെ അശ്വിനി ദേവന്മാർക്ക് സോമരസം നൽകാൻ ആർക്കാണ് അധികാരം? ഇത് തികഞ്ഞ ധിക്കാരമാണ്. ഇന്ദ്രൻ കോപാകുലനായി. ഒരു വേള ച്യവന മഹർഷിയോട് ഇന്ദ്രൻ തട്ടിക്കയറുകയും വജ്രായുധം വലിച്ചൂരുകയും ചെയ്തു. ഇന്ദ്രൻ ആകെ കോപാവേശനാണെന്ന് കണ്ട് ഇന്ദ്രാണി അവിടെ ഓടിയെത്തി. ഇന്ദ്രാണി ഇന്ദ്രനെ സമാശ്വസിപ്പിക്കുന്നതിനായി പറഞ്ഞു, പ്രഭു, അങ്ങ് എന്താണ് ഈ കാട്ടുന്നത്? ച്യവന മഹർഷി ആരാണെന്നാണ് അങ്ങയുടെ ഭാവം? ഈ വജ്രായുധം ഉറയിലിടുക. അദ്ദേഹത്തെ ശല്യപ്പെടുത്തരുത്. ഇന്ദ്രാണിയുടെ വാക്കുകൾ വകവയ്ക്കാതെ മഹർഷിക്ക് നേരെ ഇന്ദ്രൻ വീണ്ടും വജ്രായുധം ഉയർത്തി. ഒരു നിമിഷം ഉയർന്ന കൈ നിശ്ചലമായി. ശക്തിയറ്റ് മരവിച്ച് താഴോട്ട് വീണു. ഇന്ദ്രൻ ഒന്നും മനസ്സിലായില്ല. എങ്കിലും സ്വന്തം ശക്തി ചോരുന്നതായി ഇന്ദ്രൻ അനുഭവപ്പെട്ടു. പിന്നീട് ഒട്ടും വൈകിയില്ല. ഇന്ദ്രൻ ച്യവന മഹർഷിയോട് മാപ്പ് പറഞ്ഞു. അശ്വിനി കുമാരന്മാരെ സോമയാഗത്തിലെ സോമരസത്തിൻ്റെ അവകാശികളാക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അതോടെ ചോർന്നുപോയ ശക്തി ഇന്ദ്രന് തിരികെ കിട്ടി. യാഗത്തിൽ പങ്കെടുക്കാനെത്തിയവർ ച്യവനസ്തുതിയോടെയും ഇന്ദ്രസ്തുതിയോടെയും പിരിഞ്ഞുപോയി.